സാറേ, ഇപ്പോൾ തുടരും ഇന്നിപ്പോൾ OTT നാളെ റിലീസാവാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കവിതയിൽ. എന്താണ് ഇത്രയും 34 ദിവസമായി, എന്താണ് പടത്തിൻ്റെ ടോട്ടൽ? ഇന്ന് 35 ദിവസമായി കവിതയിൽ. അടുത്ത കാലത്ത് ഒന്നും ഇത്ര ഓഡിയൻസ് കയറിയിട്ടില്ല. നല്ല ഓഡിയൻസ് കയറി. അതുപോലെ തന്നെ റെക്കോർഡ് കളക്ഷനാണ് ഈ തുടരുന്ന പറഞ്ഞ പടം. അതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ തിയേറ്ററിലും അവരവരുടെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡായിരിക്കും ഇത് കളിച്ച തിയേറ്ററുകളിൽ. അതുപോലെ തന്നെ ഈ പടം വന്നുകൊണ്ട് ഞങ്ങളുടെ ബാധ്യതകളൊക്കെ ഒരുമാതിരി എല്ലാം കൊടുക്കാൻ പറ്റി. ഷെയറുകൾ കൊടുത്തു, ക്ഷേമനിധി ബോർഡിൻ്റെ പൈസകളുണ്ട്, അതുപോലെ തന്നെ GST, കോർപ്പറേഷൻ ടാക്സുകൾ എല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു പടമാണ് ഈ തുടരും. ഈ ടീമിന് ഞങ്ങളുടെ തിയേറ്ററുകാരുടെ വലിയൊരു സല്യൂട്ടുണ്ട്. ശരിക്കും പറയാം, ഞങ്ങളുടെ മോഹൻലാൽ ആൻഡ് രഞ്ജിത്ത്, തരുൺമൂർത്തി, രജപുത്ര പ്രൊഡക്ഷൻ്റെ, അതുപോലെ ആശീർവാദം റിലീസ് ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര ഒരു താങ്ക്സ് ഞങ്ങൾക്ക് ആ കമ്പനിക്കാരോട് പറയാനുണ്ട്. ഇതേപോലെ പടങ്ങൾ ഇനിയും വന്നാലാണ് കൊല്ലത്തിൽ 2 പടമെങ്കിലും ഇതുപോലത്തെ വന്നാൽ തിയേറ്ററുകളൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് സീറ്റുകൾ മാറ്റി സൗണ്ട് അപ്ഗ്രേഡ് ചെയ്ത് എല്ലാം ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലത്തെ പടം തന്നെ വന്നാലാണ് തിയേറ്ററിലേക്ക് ജനങ്ങൾ ഇറങ്ങുള്ളൂ. ഇത് പടം കാണാൻ വേണ്ടി ഒത്തിരി പ്രായമായ ആൾക്കാർ തുടരുവാണെന്ന്. അങ്ങനെയാണ് ഇത്രയുമേ കളക്ഷൻ കേരളത്തിൽ നിന്ന് ഈ പടത്തിന് കിട്ടിയത്. ഈ OTT റിലീസ് ഇനിയും കുറച്ച് ദിവസങ്ങൾ മാറ്റി വെച്ചാൽ കുറേ ആൾക്കാർ ഇനിയും വന്നു. അപ്പോൾ പിന്നെ തിയേറ്ററിൽ വരില്ല. അപ്പോൾ ഈ ആഴ്ച ആയപ്പോഴേക്കും വളരെ കുറഞ്ഞ ആൾക്കാർ അടുത്ത ദിവസം വീട്ടിലിരുന്ന് കാണാമല്ലോ. പിന്നെ മഴയും വന്നു. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പടം ഇനിയും തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ ഉണ്ടായേനെ. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു 100 കോടി പടം കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്നത്. തിയേറ്ററുകാർ എത്രത്തോളം സന്തോഷത്തിലാണ് അതിനോട്? തിയേറ്ററുകാർ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ അസോസിയേഷനൊക്കെ രഞ്ജിത്തിന് വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അത് രഞ്ജിത്ത് 10 കൊല്ലം എടുത്തെന്നാണ് പറഞ്ഞത് ഈ പടം ഇറക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇത് ജനുവരി റിലീസ് ചെയ്യാതിരുന്ന പടം ഇത് മെയ് കൊണ്ടുവന്ന് കറക്റ്റ് ഏപ്രിൽ അവസാനം നല്ല സ്കൂള് അടച്ച സമയത്തും ഒക്കെ റിലീസ് ചെയ്യാൻ പറ്റി. അതൊക്കെയാണ് രഞ്ജിത്തിൻ്റെ കാൽക്കുലേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ വലിയൊരു വിജയത്തിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പടം അടുത്ത കാലത്ത് ഇതുപോലത്തെ ഒരു പടം വന്നിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും വീടുകളിൽ നിന്ന് കൊച്ചു പിള്ളേരും ഫാമിലി എല്ലാവരും വന്ന് കൂട്ടത്തോടെ വന്നാണ് സിനിമ കണ്ടുകൊടുക്കുന്നത്. 5 ഷോ വെച്ചാണ് എല്ലാ തിയേറ്ററുകാരും കളിച്ചുകൊണ്ടിരുന്നത്. ഈ കവിതയിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ രാത്രി 11:59 12 മണിക്ക് സ്പെഷ്യൽ ഷോസ് ഉണ്ട്. എത്ര ദിവസം അത് പോയി? അതിന് 20 ദിവസം കണ്ടിന്യൂസ് 5 ഷോസ് കളിച്ചു. എല്ലാം ഹൗസ്ഫുൾ? അതാ, എല്ലാം ഹൗസ്ഫുള്ളാണ്. അത് ഇച്ചിരി സമയം കുറവാണെങ്കിൽ 6 ഷോ കളിച്ചാൽ. ഇത് 2:46 സിനിമയുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 6 ഷോ വെച്ച് നമുക്ക് എല്ലാ തിയേറ്ററുകാരും ഫസ്റ്റ് ഡേ തൊട്ട് ഒരു 3 ആഴ്ചയെങ്കിലും കളിച്ചാൽ. 20 ദിവസവും ഒരു സ്പെഷ്യൽ ഷോ കളിക്കുന്ന ആദ്യത്തെ പടമാണോ തുടരും? കണ്ടിന്യൂസ് 20 ഷോ 5 ഷോ വെച്ച് കളിക്കുന്ന 1000, 10, 100 ഷോ ആദ്യത്തെ പടം. ഇപ്പോൾ രാത്രി ഷോയ്ക്കാണ് ആൾക്കാർ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ നൂൺ ഷോയ്ക്കാലും ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഒക്കെ വരാതെ മറ്റേ കടകളടച്ച് എല്ലാം പോയി. അതുകൊണ്ട് ഞങ്ങളുടെ ഫിയോക്കിൻ്റെ വലിയൊരു താങ്ക്സ് ഈ ടീമിനോട് ഒന്നേം കൂടെ ഞാൻ പറയാം. എന്തായാലും തുടരും പോലത്തെ പടങ്ങൾ ഇനി വരട്ടെ അല്ലേ? അതെ, തുടരും പടം ഇനിയും തുടരട്ടെ. അത് ഈ തുടരും എന്നുള്ള പേര് അങ്ങനെ അതാണ് എൻ്റെ ഒരു ഭയങ്കര പേരാണ്. തുടരും, വീണ്ടും തുടരും. ഈ മോഹൻലാൽ എന്നുള്ളൊരു നടനായതുകൊണ്ട് മാത്രമാണോ തുടരും പോലത്തെ ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയത്? മോഹൻലാൽ എന്ന് പറഞ്ഞ നടനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും സക്സസ് ആയത്. ഇതിനു മുമ്പ് ഉണ്ടല്ലോ പുലിമുരുകൻ, ലൂസിഫർ, ഏത് പഴയ പടങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. എല്ലാ പടങ്ങളും പുള്ളിയുടെ കോമ്പിനേഷൻ, പുള്ളിയുടെ ആക്ഷനും എല്ലാം കാണാൻ വേണ്ടി ജനം വെയിറ്റ് ചെയ്യണം. അതേപോലത്തെ സിനിമ ഇപ്പോൾ വന്നുകൊണ്ടാണ് ഇത്രമേ ആൾക്കാർ ഇടിച്ചു കയറിയത്. കവിതാ തിയേറ്ററിൻ്റെ ചരിത്രം എങ്ങനെയാണ് തുടരും മാറ്റിയത്? കവിതാ തിയേറ്ററിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഹിറ്റുകൾക്കും ദൈവം അനുഗ്രഹിച്ച് എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ പഴയ കാലത്തെ ഏത് സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി, കുറേ കൊല്ലങ്ങൾ എടുത്ത് നോക്കിയാൽ ഏത് പടമായാലും കവിതയിൽ ഹിറ്റുകളുടെ ഹിറ്റ് തുടരും, ഇനിയും തുടരും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഓക്കെ, താങ്ക് യു.